നമസ്കാരം, ഞാൻ മനോജ് നെടിയാക്കൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കര പറ്റാതെ നാളികേര ഉൽപ്പന്നങ്ങൾ വിലയുയർത്തി റബ്ബർ. റബ്ബറിന് വീണ്ടും ഡിമാൻഡ് വർദ്ധിച്ചു, വില വീണ്ടും കുതിച്ചുയർന്നിട്ടുണ്ട്. നാളികേര ഉൽപ്പന്നങ്ങൾ തുടർച്ചയായ വിലയിടിവിന് ശേഷം സ്ഥിരത കണ്ടെത്താനുള്ള ശ്രമത്തിലാണ്. മില്ലുകാർ എണ്ണ നീക്കം കുറച്ചെങ്കിലും കൊപ്രയിൽ അവർ ഇനിയും കാര്യമായ താൽപ്പര്യം കാണിച്ചിട്ടില്ല. പച്ചത്തേങ്ങയ്ക്കും കൊപ്രയ്ക്കും വ്യാവസായിക ആവശ്യം ശക്തമായാൽ മാത്രം വിലക്കയറ്റത്തിന് സാധ്യത തെളിയും. പ്രാദേശിക മാർക്കറ്റുകളിൽ നിന്നും വിദേശത്ത് നിന്നും വെളിച്ചെണ്ണയ്ക്ക് അന്വേഷണങ്ങൾ കുറവാണ്. കൊച്ചിയിൽ വെളിച്ചെണ്ണ 22,200 രൂപയിലും കൊപ്ര 12,900 രൂപയിലും ക്ലോസിംഗ് നടന്നു. ഉൽപ്പാദന മേഖലയിൽ നടന്ന ഏലക്ക ലേലത്തിൽ 56,018 കിലോ ചരക്ക് വിൽപ്പനയ്ക്ക് എത്തിയതിൽ 55,259 കിലോയും വിറ്റഴിഞ്ഞു. വലിപ്പം കൂടിയ ഇനങ്ങൾ കിലോ 3,402 രൂപയിലും ശരാശരി ഇനങ്ങൾ 2,571 രൂപയിലും കൈമാറി. കാലാവസ്ഥ മാറ്റങ്ങൾ വിലയിരുത്തിയാൽ മാസാന്ത്യത്തോടെ വിളവെടുപ്പ് രംഗം വീണ്ടും സജീവമാകുമെന്ന നിഗമനത്തിലാണ് ഒരു വിഭാഗം കർഷകർ. കയറ്റുമതിക്കാരും അന്തർ സംസ്ഥാന വാങ്ങലുകാരും ലേലത്തിൽ സജീവമായിരുന്നു. ഏഷ്യൻ അവധി വ്യാപാര കേന്ദ്രങ്ങളിൽ റബ്ബർ മികവ് കാണിച്ചു. ജപ്പാനിൽ ഒരു വിഭാഗം ഇടപാടുകാർ വിൽപ്പനകൾ തിരിച്ചുപിടിക്കാൻ നടത്തിയ നീക്കം റബ്ബർ കിലോ 416 യെന്നിൽ നിന്നും 431 ഉയർത്തി. കഴിഞ്ഞ വർഷം ഇതേ സന്ദർഭത്തിൽ നിരക്ക് കിലോ 290 yen മാത്രമായിരുന്നു. ചൈനീസ് വ്യാവസായിക മേഖലയിൽ നിന്നുള്ള ആവശ്യക്കാരുടെ അഭാവത്തിനിടയിലാണ് അവധി വിപണികളിൽ ഇന്ന് ഉൽപ്പന്നം വില കയറിയത്. ഏഷ്യൻ ഉൽപ്പാദന രാജ്യങ്ങളിൽ ടാപ്പിംഗ് സീസണിന് ഒരുങ്ങുന്നതിനാൽ വരും മാസങ്ങളിൽ ഷീറ്റ് ലഭ്യത ഉയരുമെന്ന കണക്കുകൂട്ടലിലാണ് വ്യവസായികൾ. കൊച്ചിയിൽ 4ാം ഗ്രേഡ് റബ്ബർ ക്വിൻ്റലിന് 27,000 രൂപയിലാണ്. കഴിഞ്ഞ വർഷം ഇതേ സന്ദർഭത്തിൽ നിരക്ക് 19,700 രൂപ മാത്രമായിരുന്നു. അപ്പോൾ റബ്ബറിന് ഡിമാൻഡ് വർദ്ധിച്ചിട്ടുണ്ട്. വില ഓരോ ദിവസം കുതിച്ച് കയറുകയാണ്. ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. എല്ലാവരും ലൈക്ക് സപ്പോർട്ട് ചെയ്യണം. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം. ഈ വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ എത്താം. എല്ലാവർക്കും എൻ്റെ നന്ദി.